വെൽക്കം ടു സോൾഫുൾ. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ട അതിഥിയാണ് എൻ്റെ കൂടെ ഇവിടെ ഈ സ്റ്റേജ് ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരം നമ്മുടെ ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ, സിംഗർ, വോക്കൽ ട്രെയിനർ, വോയിസ് ട്രെയിനർ, ഇൻസ്ട്രുമെൻ്റലിസ്റ്റ്, അങ്ങനെ വിവിധ മേഖലകളിൽ തൊട്ടതൊക്കെ പൊന്നാക്കിയ ഒരു അതുല്യ കലാകാരൻ, നല്ലൊരു മ്യൂസിഷ്യൻ, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട അൽഫോൺസ് ചേട്ടൻ. അപ്പം വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. നല്ല വാക്കുകൾക്ക് നന്ദി. ഇത് നല്ല വാക്കുകളല്ല, ഉള്ള കാര്യങ്ങളാണ്, ഇതെല്ലാം നമുക്ക് ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ചെറിയ പ്രായം മുതൽ അല്ലേ, അപ്പം എന്താണെങ്കിലും ആദ്യമേ നമുക്ക് ഒരു കഴിവ് ഉള്ളതെന്ന് വെച്ചാൽ സിംഗിങ്, അതിൻ്റെ ഒരു കഴിവായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മ്യൂസിക് ഡയറക്ടറിലൊക്കെ വരുന്നത്. അപ്പോൾ എത്രാമത്തെ വയസ്സ് തൊട്ടാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം മുതൽ അപ്പച്ചൻ ചോദിച്ചത്. എന്ന് വെച്ചാൽ അപ്പച്ചൻ കർണാട്ടിക് പഠിച്ചിട്ടുള്ള ആളാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ കൊയർ മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പച്ചൻ പുതിയ പാട്ടുകൾ കമ്പോസ് ചെയ്യും കൊയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എന്താ പറയുക ടെസ്റ്റ് ഡോസ് എൻ്റെ അടുത്തായിരിക്കും. കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കാണ് പഠിപ്പിക്കുന്നത്. ഡോസ് എല്ലാം കൂടെ കിട്ടി ഇപ്പൊ ഈ പരുവായല്ലേ. അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയും, എൻ്റെ മൂത്ത ബ്രദർ ആള് പിയാനിസ്റ്റാണ്. അപ്പോൾ ചേട്ടനെ വിളിക്കുമായിരുന്നു പാട്ട് പഠിക്കാനിരിക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ സൈഡിൽ കൂടെ സ്കൂട്ടാവും, ഇരിക്കാൻ പറ്റില്ല, അപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ഓടും. എനിക്ക് ഓപ്ഷൻ ഇല്ലല്ലോ, ഇവിടെ ഇരുന്നാൽ പറ്റുമോ? അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത്, അയ്യോ എനിക്ക് വന്നിങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ചേട്ടന് പാടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാനന്ന് ചെറുപ്പം മുതലേ അങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നതുകൊണ്ട് പാട്ട് കുറച്ചും കൂടി സ്വായത്തമായി. അപ്പോൾ ചേട്ടന് അത്രയും അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പം പറയാം, അന്ന് ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. അതാണ് പറഞ്ഞത്, ശക്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ ഫാമിലിയിൽ നിന്ന്. ഇപ്പം അറിഞ്ഞിട്ടുണ്ട്, ഇളയച്ചനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ ഒരു ശക്തമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ പഠിത്തവും കൊണ്ടുപോയി എന്നുള്ളതാണ് അല്ലേ. പഠിത്തത്തിൽ നോ കോംപ്രമൈസ്. പഠിത്തവും അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനും ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ഇളയപ്പൻ മ്യൂസിക് മെയിനായിട്ട് മ്യൂസിക് മതി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് തന്നെ മ്യൂസിക്കിലേക്ക് ഇറങ്ങിയ ആളാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അന്നത്തെ കാലമായിട്ട് അറിയാമല്ലോ, നമുക്ക് മ്യൂസിക്കിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കയറി ഇതാകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ആൾക്ക് അധികം വിജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പച്ചൻ ആദ്യം മുതലേ പറയുമായിരുന്നു, മ്യൂസിക് എന്തോരം വേണേലും പഠിച്ചോ, എന്തോരം വേണേലും പരിപാടിക്കൊക്കെ പോക്കോ, പക്ഷെ കരിയർ ആക്കരുത്. അത് എപ്പോഴും ഇങ്ങനെ തലയിൽ അടിച്ചിങ്ങനെ പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിലായിരുന്നു അവരെ വേദനിപ്പിക്കരുത്. അപ്പം അതുകൊണ്ട് പഠിത്തം എന്താണെങ്കിലും നന്നായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മ്യൂസിക് ഒരു ഡയറക്ഷനിലേക്ക് പോയി. അതിലേക്ക് വരാം. പക്ഷേ പച്ചമാങ്ങയ്ക്കൊക്കെ ഭയങ്കര മധുരമുള്ളത്, അത്രയധികം ആൾക്കാർ ഏറ്റെടുത്ത, നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു പാട്ടായിരുന്നു പച്ചമാങ്ങ. സാധാരണ പുളിപ്പാണ് പച്ചമാങ്ങയ്ക്ക് ഉണ്ടത്, പക്ഷേ ആ പച്ചമാങ്ങയ്ക്ക് അതിലേറെ മധുരമായിരുന്നു അല്ലേ. വെള്ളിത്തിരയിലേക്കാണ് ആദ്യമായിട്ട് വന്ന മ്യൂസിക്. അത് ഒരു ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം നമുക്ക് ആ ഒരു പാട്ട് ഒരു 4 വരി പോയാലോ? തീർച്ചയായിട്ടും. അത് എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം ഈ ഇടയ്ക്ക് ഉണ്ടായത് വെച്ചാൽ, ഏതോ ഒരു അവാർഡ് നൈറ്റാണോ എന്താണെന്ന് അറിയാം, ഏതോ ഇൻ്റർവ്യൂയുടെ ഇടയ്ക്ക് പൃഥ്വിരാജ് ആ പാട്ട് പാടിയിട്ടുണ്ടായി കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പം ഐ വാസ് ഫീലിംഗ് വെരി ഹാപ്പി. കാര്യം ഞാനും കുറെ കഴിഞ്ഞിട്ട് അത് കേൾക്കുമായിരുന്നല്ലോ. കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ, കറുത്തമിഴി ഇളകണതെന്തടി കള്ളി കരിങ്കള്ളി, കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ, കറുത്തമിഴി ഇളകണതെന്തടി കള്ളി കരിങ്കള്ളി, ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ്, തുടുത്തു വിങ്ങും നെഞ്ചത്ത് എടുത്തു വച്ചതെന്താണ്, എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനൊത്ത ഫിഗറല്ലേ, പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ. ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ അടുത്തിരുന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഗൂസ്ബംസ് ഒക്കെ ഇങ്ങനെ വരുവാണ്. സൂപ്പറായിട്ട് നല്ലൊരു പാട്ട്. അതാ ഞാൻ പറഞ്ഞ ഒരുപാട് മധുരിച്ച പച്ചമാങ്ങ. അപ്പോൾ ഇനി മ്യൂസിക് ഡയറക്ഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മളൊക്കെ കാണാനും ഒന്ന് സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ AR റഹ്മാൻ സർ അല്ലേ.
ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, അദ്ദേഹം വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്, അപ്പോൾ ഇദ്ദേഹവും വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ആ മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് അല്ലേ, വിനീതാണ്ട് പരിപാടി, അതിനകത്ത് ആരോമല എന്നുള്ളൊരു പാട്ട്, ആ ഒരു പാട്ടും അദ്ദേഹത്തുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസും എങ്ങനെയായിരുന്നു? ശരിക്കും ആരോമല എന്നുള്ളൊരു സോങ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ലൈഫിൽ, എൻ്റെ ഒരു കരിയറിൽ തന്നെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സോങ്ങാണ്. അതിൻ്റെ പുറകിൽ 2-3 ആസ്പെക്റ്റിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഒന്ന്, ഐ സീ ഇറ്റ് ആസ് എ സ്പിരിച്വൽ ഇൻ്റർവെൻഷൻ, ഒരു ആത്മീയമായിട്ടുള്ളൊരു ഇൻ്റർവെൻഷനായിട്ടും കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം എൻ്റെ ലൈഫിലൊരു വളരെ എന്നാ പറയുന്നത്, അസുഖമായിട്ടും ഒക്കെ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ കരിയർ സ്റ്റോപ്പായി, ഇനി മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയം, 4-5 മാസത്തോളം ട്രീറ്റ്മെൻറ്റിൽ കിടന്നൊരു സമയം. അപ്പോൾ ആ സമയത്താണ് ഞാൻ കൂടുതലായിട്ട് ദൈവമായിട്ടുള്ളൊരു അടുപ്പം ഞാൻ ബിൽഡ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും എൻ്റെ തന്നെ ലൈഫിനെ കുറിച്ച് ഒന്നും കൂടി ചിന്തിക്കാനും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? ഞാൻ ജീവിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണം. ഈ ചോദ്യം പലരും ചോദിക്കാത്തൊരു ചോദ്യമാണ് അല്ലേ? എല്ലാവരും ഒരു ഒഴുക്കിനകത്ത് അങ്ങോട്ട് പോകും. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് പറയും അത് ഇന്നതിന് പോകണം, പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ഇന്നതിന് പോകണം എന്ന് പേരൻസ് ആയിരിക്കും അന്ന് ഡിസൈഡ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊരു ബോധമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ആ സമയത്തും ശരിക്കും ഒരു സ്ട്രഗിളിങ് പീരീഡാണ്. അത് അങ്ങനെ ഒരു 100-10 പേരായിരിക്കും ചിന്തിക്കുന്നത് ഏത് പാത്ത് തിരഞ്ഞെടുക്കണം. അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു ടേണിംഗ് പോയിന്റാണ്. നമ്മളെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും ചിലപ്പം ആ ഒരു തീരുമാനമാണ് ഇപ്പം ഈ ഒരു നിലയിൽ ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. ഇനി പറയും. അപ്പം ആ ഒരു സമയത്ത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ലായിരുന്നു, എൻ്റെ അസുഖമൊക്കെ ഭേദമായി, ഇനി തിരിച്ചിതിലോട്ട് വരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയൊരു ഇൻസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് എവർ ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ്, ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. എല്ലാത്തിനെയും കുറിച്ച് നന്ദി ആയിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ ആ സമയത്താണ് A.R. റഹ്മാൻ സാറ് വിളിക്കുന്നത്. ആൻഡ് ആ വിളിച്ച സമയത്ത് ആ സിനിമയിൽ അങ്ങനെ ഒരു പാട്ടും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നില്ല. റഹ്മാൻ സാറിന് പെട്ടെന്ന് തോന്നുകയാണ് ഐ നീഡ് ടു കമ്പോസ് 1 more സോങ് എന്നുള്ളത്. അങ്ങനെ ഡയറക്ടർ പറഞ്ഞു മേ ബി ഓക്കെ, പ്രൊമോ സോങ് ആയിട്ട് നമുക്ക് എടുക്കാം. പാട്ട് കമ്പോസ് ചെയ്തു, പാട്ട് പാടി, ഓഡിയോ ലോഞ്ചിന് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ ഓഡിയോ ലോഞ്ച് അത് കഴിഞ്ഞിട്ടാണ് അവർ ആലോചിക്കുന്നത് ഇത് ഷൂട്ട് ചെയ്താലോ എന്ന്. ആൻഡ് ഫിലിം മാഗസിനിൽ അവസാനം വന്ന ന്യൂസ് ഇങ്ങനെയാണ്, ഡയറക്ടർ ഗൗതം മേനോൻ റീറൈറ്റ്സ് ദ സ്ക്രിപ്റ്റ് ഫോർ എ സോങ്. ഒരു പാട്ടിന് വേണ്ടി തിരക്കഥ മാറ്റി എഴുതിയിട്ട് അതിൻ്റെ ക്ലൈമാക്സിൽ ഈ പാട്ട് പ്ലേസ് ചെയ്യുകയുണ്ടായത്. സോ അതെല്ലാം ആലോചിക്കുമ്പോൾ ഈ ഇല്ലാത്തൊരു പാട്ടുണ്ടായി, ആ പാട്ടിൽ നല്ല ഹിറ്റാവുന്ന, അങ്ങനെ ഐ എം കമ്മിങ് ബാക്ക് ടു ദി ഇൻഡസ്ട്രി. അത് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ലെവലിൽ മാത്രമല്ല, പ്ലേബാക്ക് സിംഗർ എന്നുള്ള ലെവലിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഈവൻ ഹിന്ദിയിൽ വരെ ഞാൻ പാടിയിരുന്നു. അപ്പം ഇറ്റ് വാസ് എ റീബർത്ത് കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ആ ആരോമല എന്നുള്ളൊരു സോങ്ങിലൂടെ. സോ അതാണ് ഞാനൊരു സ്പിരിച്വൽ ആസ്പെക്ട് പറയുന്നത്. പിന്നെ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ റഹ്മാൻ സാറിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് ഐ വാസ് ഏബിൾ ടു ബി വിത്ത് ഹിം. ആ പാടുന്ന സമയത്താണെങ്കിൽ അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ ജയ്ഹോ ടൂറിന് വിളിച്ചു. ഒരു 4-5 മാസം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. ഫുള്ള് US, കാനഡ, യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ദൈവം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ രൂപത്തിലല്ലേ? അദ്ദേഹം ഒരു ഭയങ്കര ആത്മീയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതെ അതെ, അതാണ് ആ ദൈവം അദ്ദേഹത്തിന്റെ രൂപത്തിലായിരിക്കും വന്നത്. അതാണ് കറക്റ്റാണ് ആ പറഞ്ഞത്, ഒരു ദൈവത്തിനോടുള്ള ഒരു ഇത്. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ആ പാട്ട് ആരോമല അത് കേൾക്കാതെ നമ്മൾ പ്രേക്ഷകരെ എന്നെ ഓടിക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി മാമലയേറി വരും തന്ന പുതുമണവാളൻ തന്ന പള്ളിമേടയെ തൊട്ടു തലോടി കുരിശിൽ തൊഴുതു വരുമ്പോൾ വരവേൽപ്പിന് മലയാള
ആരോമലേ ആരോമലേ സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവാ മണവാട്ടി സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവാ മണവാട്ടി ശ്യാമരാത്രി തന്നരമനയിൽ മാറി നിൽക്കയോ താരകമേ പുലരി മഞ്ഞിലെ കതിരൊളിയായി അകലെ നിൽക്കയോ പെൺമനമേ ചാഞ്ഞു നിൽക്കുമാ ചില്ലയിൽ നീ ചില ചിലമ്പിയോ പെൺമകളെ മൺചിരാതിലെ മലരൊളിയെ തേടിയെത്തിയോ താരങ്ങൾ സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവാ മണവാട്ടി കടലിന് കരയോടിനിയും പാടാൻ സ്നേഹമുണ്ട് മെഴുകുതിരികളായുരുകാനിനിയും പ്രണയം മനസ്സിലുണ്ട് ആരോമലേ 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 സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവാ മണവാട്ടി സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവാ മണവാട്ടി ശ്യാമരാത്രി തന്നരമനയിൽ മാറി നിൽക്കയോ താരകമേ പുലരി മഞ്ഞിലെ കതിരൊളിയായി അകലെ നിൽക്കയോ പെൺമനമേ ചാഞ്ഞു നിൽക്കുമാ ചില്ലയിൽ നീ ചില ചിലമ്പിയോ പെൺമകളെ മൺചിരാതിലെ മലരൊളിയെ തേടിയെത്തിയോ താരങ്ങൾ സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവാ മണവാട്ടി ആരോമലേ ആരോമലേ ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, ആ വോയിസ് മോഡുലേഷനൊക്കെ ഇങ്ങനെ നോ വേർഡ്സ്. ഇത്രയും അടുത്തിരുന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഏതോ ഒരു ലോകത്തോട്ട് കൊണ്ടുപോയി. അത് സാറ് അതിനു വേണ്ടി മ്യൂസിക്കിനോടുള്ള ഒരു അത് എന്താണ് ആ ജീവിതം അങ്ങോട്ട് മാറ്റി. നമ്മളിതെല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മൾ പറയും ഓരോരുത്തരുടെ ലൈഫിലെ സ്റ്റോറി കേൾക്കുമ്പം വെച്ചാൽ നമ്മുടെ ബർത്ത് മുതൽ അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു ഇതിലേക്ക് വന്നപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ, ഒരു സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട്. അപ്പം പലർക്കും അതൊരു ഇൻസ്പിറേഷനാണ്. ചിലരത് എടുത്തിട്ട് അപ്പോൾ കളയും, ചിലത് എടുത്തിട്ട് നമ്മൾ കൂടെ കൊണ്ടുപോകും. അത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തെ പോലുള്ള ഇത്രയും ലെജൻഡായിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ ഈ വിരുന്ന് പാടിയത് ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് ഇതിനകത്ത് മിക്സിങ് ഒന്നും അതിൻ്റെ ആവശ്യമില്ല, എല്ലാം ഇവിടെ തന്നെയുണ്ട്. അയ്യോ, നോ വേർഡ്സ്. അതേപോലെ തന്നെ വെസ്റ്റേൺ ടൈപ്പ് സോങ് അത് ശരിക്കും പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് പിന്നീടാണ് അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചത്. ഞാൻ അവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. അതായത് നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇറ്റ് വിൽ ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് ദ മോസ്റ്റ് എന്താ പറയുക ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്കില്ലായിട്ട് അത് മാറുന്നത്
അതെൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയത്. അതായത് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ശബ്ദം ഇങ്ങനെ ഫീമെയിൽ വോയിസ് പോലെയായിരുന്നു. അപ്പം ഫീമെയിൽ സോങ്സാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറേ പേര് കളിയാക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ചെറുപ്പത്തിൽ എനിക്കത് ഫീൽ ചെയ്തില്ല. പക്ഷെ പതുക്കെ നമ്മൾ ഗ്രോ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ 9ാം ക്ലാസ് 10 +1, അന്ന് +1 അല്ല, പ്രീ ഡിഗ്രിയാണ്, വളരുന്നതിനനുസരിച്ചിട്ട് എൻ്റെ വോയിസിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഭയങ്കര വിഷമാവാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു വോയിസ്? കാര്യം അന്നെന്ന് പറഞ്ഞാൽ ദാസേട്ടൻ്റെ പോലത്തെ വോയിസ് ഉള്ളവർക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ. എനിക്കും അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. ചിത്ര ചേച്ചിയുടെ പാട്ട് വോയിസ് കിട്ടുന്നില്ലല്ലോ, അപ്പൊ തെറ്റിദ്ധാരണയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം എനിക്ക് അതായിരുന്നു എൻ്റെ ഒരു വലിയ വിഷമം. എനിക്ക് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് എൻ്റെ പേര്, ഒന്ന് എൻ്റെ വോയിസ്. പേരെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, അൽഫോൻസാമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ, നിൻ്റെ വോയിസ് വെസ്റ്റേൺ പാട്ടുകൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷായിട്ട് യാതൊരു ഇതുമില്ല. കാര്യം ഞാൻ പക്ക മലയാളം മീഡിയം ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. ഇംഗ്ലീഷിനെ പറ്റി പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ ബോണിയം, അതുപോലെ തന്നെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പതുക്കെ കേൾക്കാൻ തുടങ്ങി. അബ്ബയുടെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ ഹോട്ടൽ കാലിഫോർണിയ. അപ്പോൾ അന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ട് അത് എങ്ങനെയാണ് കേൾക്കുന്നത്, ഇംഗ്ലീഷ് വേർഡൊന്നും അറിയത്തില്ല, എങ്ങനെയാണ് കേൾക്കുന്നത് അതേപടി മലയാളത്തിൽ എഴുതിയെടുക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സൗണ്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാനായിട്ടുള്ളൊരു അറിയാണ്ട് അത് എന്താ പറയുക, നമ്മളിങ്ങനെ പഠിച്ചെടുത്തു അറിയാതെ. അതുപോലെ ചില ടൈപ്പ് ജോണേഴ്സ്, അപ്പോൾ അതെങ്ങനെയാണ് അവർ പാടുന്നത്, എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ തനിയെ പഠിച്ചെടുക്കാൻ പറ്റി. പിന്നീട് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു വോയിസ് ഇല്ലായിരുന്നെങ്കിൽ റഹ്മാൻ സാർ എന്നെ വിളിക്കില്ലായിരുന്നു. ദാസേട്ടൻ്റെ പോലെ ഒരു വോയിസ് ആണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ വിളിക്കേണ്ട കാര്യമില്ല. എൻ്റെ പേരാണെങ്കിലും അൽഫോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നേരിട്ട് കാണുന്ന പോലെയല്ലേ, പെട്ടെന്ന് പേര് കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരു വലിയ രാജാനുഭാവമായിട്ടുള്ളൊരു മനുഷ്യ ഒരു പേഴ്സണാലിറ്റി ആൾക്കാർക്ക് ഫീൽ ചെയ്യാറുണ്ട്. പലരും അത് നമ്മളോട് സംസാരിക്കുമ്പോൾ നേരിട്ട് കണ്ട് താനാണോ അൽഫോൺസ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഈ 2 കാര്യങ്ങൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വീക്ക്നെസ് ആണെന്ന് ഞാൻ വിചാരിച്ച 2 കാര്യങ്ങളാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും പവർഫുൾ കാര്യമാണെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. ആ കളിയാക്കലിൽ നിന്ന് ഇവിടെ എത്തിയില്ലേ? ഇതാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമ്പോഴേ നമ്മൾ പോസിറ്റീവിലേക്ക് എത്താൻ ശ്രമിക്കും. തീർച്ചയായിട്ടും. അത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് അത് പോസിറ്റീവായിട്ട് ടേൺ ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ സോ വി ഷുഡ് നോട്ട് ഫീൽ ലൈക്ക് അഷെയിംഡ് ആവേണ്ട കാര്യമില്ല അതിനൊന്നും. പക്ഷെ അതിന് ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് ഫുൾഫിൽ ചെയ്യാനുള്ള സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വി ഡോണ്ട് ഹാവ് ടു ഫീൽ അയ്യോ ഇതെന്താ ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേറൊരു കാര്യം കൂടെ, എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോയിട്ട് മ്യൂസിക് പഠിക്കണം, പുറത്ത് ഏതെങ്കിലും ഫോറിൻ യൂണിവേഴ്സിറ്റിയിലേക്ക്. പക്ഷെ അന്ന് നമുക്ക് അതിനുള്ള ചിന്തിക്കാൻ പോലുള്ള സാമ്പത്തിക അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നുകൊണ്ടും ആ കാര്യം നടക്കാതിരുന്നുകൊണ്ടും ഇന്ന് ഞാൻ സീരിയസ്ലി നമ്മുടെ കേരളത്തിൽ തന്നെ കുട്ടികൾക്ക് എങ്ങനെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അതെന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഒരു അഗ്രസീവായിട്ടുള്ളൊരു ഉള്ളിൽ ആഗ്രഹം വരാൻ കാര്യം എന്താണ്? ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒന്ന് പറയൂ. ക്രോസ് റോഡ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന പേരിൽ 2013 അത് ആരംഭിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ആരംഭിച്ചതാണ്. പക്ഷേ എനിക്കൊരു മിഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് മ്യൂസിക് എഡ്യൂക്കേഷൻ എപ്പോഴും ഇൻഡസ്ട്രിയുമായിട്ട് അലൈൻഡ് ആകണം. നമുക്കറിയാം ബാക്കി എല്ലാ കരിയർ പാത്വേ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ എൻജിനീയറിങ്, അവർക്ക് നമ്മൾ എൻജിനീയറിങ് നമുക്കറിയാം, ഒരു എൻജിനീയർ ആവണമെങ്കിൽ ഏത് വഴിക്ക് പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള ക്ലിയർ പ്ലാൻ ഉണ്ട്. അല്ലെങ്കിൽ ഡോക്ടർ ആവണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പാത്വേ ഉണ്ട്. വക്കീലാവണമെങ്കിൽ അല്ലെങ്കിൽ ഏത് വിഭാഗം എടുത്തോ, അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ എല്ലാം കൃത്യമായിട്ടുള്ള ക്ലിയർ പാത്വേ ഉണ്ട്. നല്ലൊരു മ്യൂസിഷ്യന് ദർ ഇസ് നോ ക്ലിയർ പാത്വേ. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് എഡ്യൂക്കേഷൻ ഒരു വഴിക്കൂടെ പോകുന്നു, ഇൻഡസ്ട്രി വേറെ വഴിക്ക് ഗ്രോ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പം ഇന്ന് നമുക്കറിയാം ഡിഗ്രി ലെവലിലും അതിലൊക്കെ കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനിയും മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിൽ ഒന്നായിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയൊരു പാർട്ട് പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഇൻഡസ്ട്രിയിൽ 90% വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് പഠിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. അപ്പോൾ എൻ്റെ ഒരു മിഷൻ ഇതാണ്, മ്യൂസിക് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയായിട്ട് അലൈൻ ചെയ്ത് മ്യൂസിക് പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഇതിൽ ജോലിക്ക് കയറാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അത് പാത്വേ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മിഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ആൻഡ് വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ
പ്രീ സ്കൂൾ ഏജ് മുതലുള്ള കുട്ടികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ മ്യൂസിക് പഠിക്കാനുള്ള ഒരു കരിക്കുലം കിൻഡർ മ്യൂസിക് ലാൻഡ് എന്ന് പറയും, KML എന്ന് പറയും. അത് മുതൽ ഡിപ്ലോമ ലെവലിലുള്ള കോഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ ആം വർക്കിംഗ് ഓൺ ഡിഗ്രി കോഴ്സസ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവരായിട്ട് സംസാരിച്ചു. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അധികം താമസിയാതെ നമുക്ക് വെസ്റ്റേൺ മ്യൂസിക്കിലും അതുപോലെ തന്നെ മ്യൂസിക് ടെക്നോളജിയിലും ഡിഗ്രി കോഴ്സുകൾ അവൈലബിൾ ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് വളരെ ആവശ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പ്രോബ്ലം വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾക്ക് ടീച്ചറാകാൻ പറ്റും, അല്ലെങ്കിൽ കോൺസേർട്സ് കച്ചേരികൾ ചെയ്യാം എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ എന്താണ് ജോലി സാധ്യതയുള്ളത്? പലരും ഇത് കഴിഞ്ഞിട്ട് വേറെ പല ജോലിക്കാണ് പോയത്. എനിക്ക് തോന്നുന്നു പണ്ട് കൂടുതലും പെൺകുട്ടികളാണ് മ്യൂസിക് പഠിക്കാൻ പെട്ടെന്ന് മ്യൂസിക്കിലോട്ട് പോകുന്നത്. വളരെ കുറവാണ് ഈ പറഞ്ഞൊക്കെ വെസ്റ്റേൺ മ്യൂസിക് എന്നൊക്കെ പഠിക്കാൻ. അത് വളരെ കുറവാണ്. എല്ലാവരും കർണാടിക് പഠിക്കും, കുറച്ച് നാൾ പഠിച്ചിട്ട് അത് അങ്ങനെ നിൽക്കും. തീർച്ചയായിട്ടും ജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൾച്ചറൽ സമ്പത്ത് ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തരുത്. അതിനൊരു ട്രെമൻഡസ് പവർ ഉണ്ട്. പക്ഷെ അതിനെ നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ പാക്കേജ്ഡ് ആക്കിയിട്ട് എങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ആ ഗൈഡൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഞാൻ ഇൻഫാക്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ MA ചെയ്യാനായിട്ട് കർണാട്ടിക് മ്യൂസിക്കിൽ MA ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ MA ചെയ്തു. അപ്പോൾ കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, എടോ താൻ സിനിമയിൽ വന്നിട്ട് ഇപ്പോഴാണ് പഠിക്കുന്ന മ്യൂസിക് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമിക്സ് എങ്ങനെയാണ് പോകുന്നത്, അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ HOD ആയിട്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ പല കാര്യങ്ങളും മാറ്റേണ്ടതുണ്ട്, സിലബസ് മാറ്റണം, കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറയും, ഒരു കാര്യം ചെയ്യും, അൽഫോൺസ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. പഠിക്കാൻ പോയ കുട്ടി. അപ്പോൾ എന്ന് വെച്ചാൽ ടീച്ചർ നല്ലൊരു ഓപ്പൺ മൈൻഡുള്ള ഒരു ടീച്ചറായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ മുകളിലത്തെ ലെവലിലേക്ക് ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ നൗ ഇറ്റ് ഈസ് റൈറ്റ് ടൈം. ഇപ്പോൾ പല കാര്യങ്ങളും വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി, ഇൻ്റർ ഡിസിപ്ലിനറി രീതിയിൽ ഡിഗ്രി കോഴ്സുകൾ. അപ്പം എൻ്റെ അടുത്ത് രജിസ്ട്രാർ പറഞ്ഞൊരു കാര്യം ഇതാണ്, അതായത് എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരാൾക്ക് ഡ്രാമ ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കണമെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ മെഡിക്കൽ ഇത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മ്യൂസിക് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ സയൻസ് മാത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകും, സബ്ജക്റ്റ് മാത്രം. ഇപ്പോൾ ആ ഒരു ചേഞ്ചസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അധികം താമസിയാതെ തന്നെ നമുക്ക് പല ഇതുകൾ ഇപ്പോൾ ലൈക്ക് മ്യൂസിക്കും ബിസിനസ്സും ചേർത്തിട്ടുള്ള മ്യൂസിക് ബിസിനസ് ഏരിയ ഉണ്ട്, മ്യൂസിക്കും എഞ്ചിനീയറിംഗ് ചേർത്തിട്ടുള്ള മ്യൂസിക് എഞ്ചിനീയറിംഗ് സെക്ഷൻ ഒരു സ്ട്രെസ് റിലീസ്ഡ് ആയിരിക്കും അല്ലേ? ഈ ജോലിയുടെ തിരക്കിനിടയിൽ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫായിരിക്കും മ്യൂസിക് എന്ന് പറയുന്നത്. മ്യൂസിക് എന്തിനും ഒരു തെറാപ്പിയാണല്ലോ. അപ്പം എല്ലാ ഭാവങ്ങളും അതിന് കേട്ടോ. ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പം ഞാനിപ്പം UAE-ലാണ്, ഷാർജയിലാണുള്ളത്. UAE-ലുള്ള എല്ലാവരും ഈ ചാനൽ കാണുന്നവരാണെന്ന് എനിക്കറിയാം. ക്രോസ് റോഡ്സ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഓൺലൈൻ പഠന സംവിധാനം ഈ സ്വീറ്റ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ നമ്മളുടെ ഒരു വിഭാഗമുണ്ട്. ആർക്കെങ്കിലും മ്യൂസിക് ഓൺലൈനിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ ക്രോസ് റോഡ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഓൺലൈൻ പഠന സംവിധാനമുണ്ട്. സെൻറ്റർ ഉണ്ടോ അവിടെ? നമുക്ക് എറണാകുളത്താണ് നമ്മുടെ ഒരു ഫിസിക്കൽ സെൻറ്റർ ഉള്ളത്. എറണാകുളത്ത് 2 സെൻറ്റർ ഉണ്ട്, പനമ്പള്ളി നഗറിലും പത്തടിപ്പാലത്തും. ഓൺലൈനിലൂടെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക്. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ ഡീറ്റെയിൽസ് NTV ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കോൺടാക്ട് ദം, ദേ വിൽ ഗൈഡ് യു. അത് അറിയാമല്ലോ, അത് പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കീഴിൽ വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള കോഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഒന്ന് റെഗുലർ ആയിട്ടുള്ള മ്യൂസിക് ലേണിംഗ് ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് 18 months-ൻ്റെ. അതായത് മ്യൂസിക് ഡയറക്ഷനിലേക്കും സൗണ്ട് എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള മാർഗങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 18 മാസത്തെ റെഗുലർ കോഴ്സാണ്. രാവിലെ 9:30 മുതൽ 3:30 വരെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അവിടെ വന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. സോ ആരെങ്കിലും അങ്ങനെ മ്യൂസിക് പ്രൊഫഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ജാനുവരിയിലാണ് അടുത്ത ഇൻടേക്ക് വരുന്നത്. ജാനുവരി ആൻഡ് ജൂൺ ഇതാണ് 2 ഇൻടേക്സ് വരുന്ന സമയം. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞതൊക്കെ? സാർ ഒരു വോയിസ് ട്രെയിനറാണ്, അതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുമല്ലോ? അതായത് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞാൽ അതൊരു പെർഫോമൻസിലേക്ക് വേണ്ടിയിട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ കോഴ്സുകളുണ്ട്.
പ്രൊഡക്ഷൻ സൈഡിലേക്ക് വരുന്ന അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസിങ്, അറേഞ്ചിങ് അങ്ങനത്തെ. അപ്പോൾ ഇതിന് രണ്ടിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചാണ് നമ്മൾ കാണുന്നത്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് മ്യൂസിക് ബിസിനസ് എന്ന് പറഞ്ഞൊരു ആസ്പെക്ട്. അതൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ആൻഡ് മ്യൂസിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വേറൊരു സെഗ്മെൻറ്റ്. അത് ഈ മ്യൂസിക് സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുക, മ്യൂസിക് ഹാർഡ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ. ഇപ്പോൾ ഈ അതായത് ഇൻ്റലിജൻസസ് ഡിഫറെൻ്റ് ആണ് പലരുടെയും. ഇപ്പോൾ ഹാവേർഡ് ഗാർഡനർ എന്ന് പറഞ്ഞൊരു വലിയൊരു സയൻറ്റിസ്റ്റും സൈക്കോളജിസ്റ്റും ആയിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ദർ ഈസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അതൊരു പ്രിൻസിപ്പിളാണ്. ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആകുന്നത് ഈ ഇൻ്റലിജൻസസ് കൊണ്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ മ്യൂസിക് ഇൻ്റലിജൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, ഒരാൾക്ക് ചിലപ്പോൾ വിഷ്വൽ ഇതായിരിക്കും, സ്പേഷ്യൽ, അല്ലെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ വേർബൽ വേർഡ്സിൻ്റെ ഇതുകളായിരിക്കും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ 1-2 ഇൻ്റലിജൻസസ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ മ്യൂസിക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പുറകോട്ട് ആയിപ്പെടും. പക്ഷെ അത് അവരൊരിക്കലും ഇൻ്റലിജൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, അവരുടെ ഇൻ്റലിജൻസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നില്ല എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ. അപ്പോൾ എന്ത് പറ്റുന്ന അവരുടെ സെൽഫ് എസ്റ്റീം താഴെ പോവുകയും അവർ പുറകിലോട്ട് ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് മാറുകയും അവർ പഠിത്തം ഇല്ലാത്തവർ എന്നൊക്കെ ഒരു ലേബലിംഗ് വന്നിട്ട് അവർ പുറകോട്ട് പോകും. അങ്ങനെ ആവരുത്. ഓരോ ഇൻ്റലിജൻസസിനെയും നമുക്ക് കാറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. പുതിയ NEP അതിനെ കുറച്ച് പരിഗണിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് നമ്മുടെ NTVയിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി ഇപ്പം സാറ് മ്യൂസിക് ഡയറക്ഷൻ, സിംഗർ എല്ലാം ആണ്. ഇതിനകത്ത് വേറൊരിതുണ്ട്, ലിറിസിസ്റ്റ്. എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ എഴുതിയിട്ടുണ്ട്. ഇഷ്ടമാണ് എനിക്ക് എഴുതാനായിട്ട്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ആദ്യമൊക്കെ വായന ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് വായനയൊക്കെ നിന്ന് പോയി. അപ്പം നമുക്കിങ്ങനെ വാക്കുകൾ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ഇത്. ഞാൻ ആക്ച്വലി രാജറാണി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു പാട്ട് പാടാൻ വേണ്ടി പോയി. സില്ലന ഒരു മഴത്തുള്ളി പണിക്കത് കണ്ണേ സില്ലന ഒരു മഴത്തുള്ളി അത് പനിക്കത് കണ്ണേ സിരകുകൾ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പോയി. അപ്പം പാടി കഴിഞ്ഞിട്ട് അനുപല്ലവി കൂടി പാടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഡയറക്ടർ വളരെ ഫേമസ് ആയിട്ടുള്ള ആറ്റ്ലിയാണ്, എന്ന് നമുക്കറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ ആറ്റ്ലി എൻ്റെ അടുത്ത് പറഞ്ഞു, അൽഫോൻസ് എനിക്ക് ഇതിനകത്തൊരു മലയാളം ഒരു പോർഷൻ എനിക്ക് കിട്ടിയ കൊള്ളായിരുന്നു, ക്യാൻ യു കമ്പോസ് ദാറ്റ് ഫോർ മീ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി അത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ പറഞ്ഞു ഇതിന് മലയാളം വരികളും കൂടി വേണം. അപ്പം ഞാൻ നാട്ടിലോട്ട് വിളിച്ചു നോക്കിയിട്ട് ആരും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്താലോ തോന്നുന്നു. അങ്ങനെയാണ് അതിന് ആ പാട്ടിൽ സുന്ദരിക്കിന്നാരി മണിക്കുലുസ് തരിവളക്കിലു കിലു കിലുക്ക് തരി പൊന്നാരം തരി മുന്നാരം ഇത് മധുര മധുര കരിമ്പ് വരവേണി മൃദുപാടി നിൻ ഹൃദയവനീലൻ ഗാനം സ്വരമായി ജതിയായി അത് ഒരു ഫ്ലോയിലങ്ങ് വരി കിട്ടി. അങ്ങനെ അത് എഴുതി. അപ്പോൾ ഇല്ലാത്തതൊന്നും ഇല്ല ബേസിക്കലി. എനിക്ക് ഇഷ്ടമാണ് എഴുതാനായിട്ട്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തോട്ട് ഫുള്ളി ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഫോക്കസ് ചെയ്യണം. പക്ഷെ ചില പാട്ടുകൾ അറിയാതെ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ഞാനൊരു 10+ പ്രീ ഡിഗ്രി മറ്റോ പഠിക്കുന്ന സമയത്ത് ഒരു പാട്ട് ട്യൂൺ എനിക്ക് വന്നു. ഞാൻ കമ്പോസ് ചെയ്തൊക്കെ തുടങ്ങുന്നൊരു സമയം. അപ്പോൾ പള്ളിയിൽ കൊയറിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ ആ ട്യൂണ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് പതുക്കെ വരികളും കൂടി കിട്ടാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞിൽ കമ്പോസ് ചെയ്തൊരു പാട്ടായിരുന്നു, ഞാൻ തന്നെ എഴുതി. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ, നിൻ ദിവ്യ കാരുണ്യം പുൽകുമാ വേളയിൽ സർവം മറന്നു ഞാൻ നിൽപ്പൂ.
സർവം മറന്നു ഞാൻ നിൽപ്പൂ. ഇന്നു നീ അപ്പത്തിൻ രൂപമായി എന്നകതാരിൽ നിറഞ്ഞു. തെളിയൂ നീ എന്നിൽ പൊന്മണി ദീപമായി, തെളിയൂ നീ എന്നിൽ പൊന്മണി ദീപമായി, എന്നന്തരംഗേ തെളിയൂ ദേവാ, എന്നന്തരംഗേ തെളിയൂ ദേവാ. നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. ഇത് ട്യൂണും വരിയും കൂടെ അങ്ങനെ വന്ന് എഴുതിയ ഒരു ഇതാണ്. രക്ഷയില്ല. ഇതാണ് സാർ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് നമ്മളിങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നൊരു അനുഭവം. എനിവേ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. സാർ കമ്പോസ് ചെയ്തൊരു പാട്ട്, സാർ പാടിയൊരു പാട്ട്, അത് ഓരോന്ന് വീതം. എനിക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ പ്രേക്ഷകർ ഇവിടെ യു എയിലെ പ്രവാസികൾ കേരനിരകളാണ്, മറ്റേ ജലോത്സവം അത് ഒരെണ്ണം, അതെൻ്റെ റിക്വസ്റ്റ്. അല്ല മറ്റേത് പാടിയതിനകത്ത് സാറിന് ഇഷ്ടമുള്ളൊരു പാട്ട്. തീർച്ചയായിട്ടും. തന്താന തന്തിന താനോ താനന്ദിന താനോ, തന്താന തന്തിന താനോ താനന്ദിന താനോ. കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൻ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നറിയ നേരിനാൽ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ. കുട്ടനാടിൻ നീളം കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, തെയ് 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 ദിത്തൈ താരാ തെയ് തെയ് തോ, തെയ് 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 ദിത്തൈ താരാ തെയ് തെയ് തോ. കന്നോടു തരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലെ മധുമണമോ, ഞാറ്റോല പച്ചവള പൊന്നിൻ ചെളിക്കൊലുസ്, പെണ്ണിവൾ കളമാറ്റം കളമൊഴിയാൾ, കൊറ്റികൾ പകൽ നീളെ കിനാ കാണും, മൊട്ടിടും അനുരാഗ കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ. കുട്ടനാടിൻ നീളം കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, തെയ് 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 ദിത്തൈ താരാ തെയ് തെയ് തോ, തെയ് 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 ദിത്തൈ താരാ തെയ് തെയ് തോ, തെയ് 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 ആ പാടിയില്ലേ അവാർഡ് കിട്ടിയ പാട്ട്? അത് നമ്മുടെ സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പടത്തിൽ ഒരു പാട്ട് എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ അത് അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ. മേ ബി ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് അനൗൺസ് ആകുമായിരിക്കും. മഴവിൽ മനോരമയുടെ ദ ബെസ്റ്റ് ഡ്യൂറ്റ് സോങ് എന്നുള്ള രീതിയിൽ അത് ഞാൻ കമ്പോസ് ചെയ്ത് ഞാനും സിത്താരയും കൂടിയാണ് പാടിയത്. സോ ആ ഒരു സോങ്. അപ്പോൾ ആദ്യം കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഞാൻ ആ പാട്ട് പാടാം.
മായാമോഹമാരെ തേടി വരുമാദ്യമാ താനേ മാറുമേതോ നാളിലനുരാഗമാ ഹൃദയമേ പറയുമെന്നു നീയേ പതിവിലും മധുരതാളമോടെ പ്രിയമൊരു നിമിഷമേ കാണാ താരകങ്ങളിതിലെ മായാജാലമായി വെറുതെ ഓരോ വാക്കിലും എന്നുയിരിനു നീ ചിറകായി മാറവേ നീ എൻ പാതിയായ നിഴലേ ചായം മൂടി നിന്നു പതിയെ ഓരോ നോക്കിലെന്നിലൊരു കോടി മഞ്ഞു നിറയേ മായമോഹമാരെ തേടി വരുമാദ്യമാ താനേ മാറുമേതോ നാളിലനുരാഗമായി ഹൃദയമേ പറയുമിന്നു നീയേ പതിവിലും മധുരതാളമോടെ പ്രിയമൊരു നിമിഷമേ മെല്ലെ മെല്ലെ വന്നു മഴയായി ഇരുമിഴിയിലെ വരവായി കണ്ണാടിയിൽ ചില്ലാളം പോലെ നീ വെറുതെ നിലാവിരലിനാലെ ഞാൻ എഴുതുമന്നിലെ പ്രണയം പുലരി മേഘമേ ഇനിയുമെന്നെ നീ അറിയുമെന്ന പോലെ കാണാത്താരകങ്ങളിതിലെ മായാജാലമായി വെറുതെ ഓരോ വാക്കിലും എന്നുയിരിനു നീ തുണയായി മാറവേ നീ എൻ പാതിയായ നിഴലേ ചായം മൂടി നിന്നു പതിയെ ഓരോ നോക്കിലെന്നിലൊരു കോടി മഞ്ഞു നിറയേ മായാമോഹമാരെ തേടി വരുമാദ്യമാ താനേ താറുമേതോ നാളിലനുരാഗമാ മായാമോഹമാരെ തേടി വരുമാദ്യമാ താനേ മാറുമേതോ നാളിലനുരാഗമാ നല്ലൊരു സോങ്. അപ്പം എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ. കുഞ്ഞു ചോദ്യം, ഫസ്റ്റ് കമ്പോസ് ചെയ്ത നമ്മുടെ ആദ്യത്തെ ബേബി അല്ലേ, അപ്പൊ ആ സോങ് നമുക്കൊന്ന് പാടി നമുക്കങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. അത് ശരിക്കും ഒരു ഡിവോഷണൽ സോങ് ആണ് ഞാൻ ആദ്യം ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ അതൊരു റീസൺ ഉണ്ടായിരുന്നു അത് കമ്പോസ് ചെയ്യാനായിട്ട്. കാരണം അതൊരു ദർ വാസ് എ കോമ്പറ്റീഷൻ, ഇങ്ങനെ പല പള്ളികൾ തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പം അന്നത്തെ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെമി ക്ലാസിക്കൽ സോങ്സ് ആണ്. സാധാരണ ഈ പാട്ടിൻ്റെ കോമ്പറ്റീഷൻ വരുമ്പോൾ എല്ലാവരും സെമി ക്ലാസിക്കൽ സോങ്സ്. അപ്പം ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിൻ്റെ ഇതിനകത്ത് അങ്ങനെ സെമി ക്ലാസിക്കൽ സോങ്സ് എന്തെങ്കിലും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു മേ ബി ഞാനൊരു പാട്ട് പഴയ ഏതെങ്കിലും ഒരു ലിറിക്സ് എടുത്തിട്ട് കമ്പോസ് ചെയ്തിട്ട് കോമ്പറ്റീഷനിൽ പോയി പാടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അനുരഞ്ജനത്തിൻ്റെന്ന് തുടങ്ങുന്ന ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സോങ് ഉണ്ട്, കുറേ വർഷം മുമ്പുള്ള പല ട്യൂണുകളുണ്ട് അതിന്. അപ്പോൾ അതെടുത്തിട്ട് ഞാനൊന്ന് കമ്പോസ് ചെയ്തൊരു ചെറിയൊരു സെമി ക്ലാസിക്കൽ മോഡിൽ ഒരു പരീക്ഷണമല്ലേ. സമ്മാനം കിട്ടിയിട്ടോ. അപ്പോൾ അന്നേരം ആണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്, അതായത് നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. അത് ഞാനൊന്ന് പാടാം. അനുരഞ്ജനത്തിൻ്റെ പൂവാടിയിൽ നിങ്ങൾ അണയുവിൻ പ്രത്യാശ പൂർണ്ണരായി അനുതാപമിഴിനീരിൽ അകതാർ കഴുകുവാൻ അണയുവിൻ നിങ്ങൾ വിനീതരായി അനുരഞ്ജനത്തിൻ്റെ പൂവാടിയിൽ നിങ്ങൾ അണയുവിൻ പ്രത്യാശ പൂർണ്ണ
ഇടയനുമാലയും കൈവിട്ടു മരണത്തിൻ മടിയിൽ കുടുങ്ങിയോരാടിനെ പോ. ഇടയനുമാലയും കൈവിട്ടു മരണത്തിൻ മടിയിൽ കുടുങ്ങിയോരാടിനെ പോ. ഇടനെഞ്ചു തകരുന്ന പാപിയെ യേശുവാമിടയൻ വിളിക്കുന്നു, തേടിടുന്നു. അനുരഞ്ജനത്തിൻ്റെ പൂവാടിയിൽ നിങ്ങൾ അടയുവിൻ പ്രത്യാശ പൂർണ്ണരായി. അനുതാപമിഴിനീരിൽ അകതാർ കഴുകുവാൻ അണയുവിൻ നിങ്ങൾ വിനീതരായ. അനുരഞ്ജനത്തിൻ്റെ പൂവാടിയിൽ നിങ്ങൾ അണയുവിൻ പ്രത്യാശ പൂർണ്ണരായി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി ഇവിടെ യു.എയിൽ വരുമ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ വരണം. ഇതേപോലെ നമുക്ക് മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇങ്ങനെ പോകും, കടൽ പോലെ അങ്ങ് പോകില്ല. എനിക്ക് മതിയായില്ല, ഇനിയും കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ നമുക്ക് സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇനിയും നമുക്കൊരു ദിവസം ഇതേപോലെ. തീർച്ചയായിട്ടും. എനിക്കും ഞാൻ യു.എയിൽ എപ്പോഴൊക്കെ വരുമ്പോഴും എനിക്ക് ഇറ്റ് ഈസ് ലൈക്ക് യുനോ കമ്മിങ് ബാക്ക് ടു ഹോം. ലൈക്ക് ഞാനിവിടെ ഒരു 3 വർഷത്തോളം ഉണ്ടായിരുന്നു. ആൻഡ് ഒത്തിരി സുഹൃത്തുക്കൾ എനിക്ക് ഇവിടെ നിന്നുണ്ട്. ആൻഡ് പഴയ സുഹൃത്തുക്കളും പുതുതായിട്ട് ഉണ്ടായവരെല്ലാം. അപ്പം വളരെയധികം എനിക്കൊരു നൊസ്റ്റാൾജിയുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പം എല്ലാ പ്രേക്ഷകരും നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒത്തിരി താങ്ക്സ് എനിക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടുകയും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ എന്താ പറയുന്ന ഫാൻസും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എനിക്ക് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഐ റിയലി ലൈക്ക് യു ഓൾ. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടും അനുഗ്രഹവും എപ്പോഴും കൂടെ ഉണ്ടാവണം. ചെയ്യുന്ന പ്രോജക്റ്റുകളിലെല്ലാം സിനിമ ആയിക്കൊള്ളട്ടെ, ലൈവ് പ്രോഗ്രാംസ് ആയിക്കൊള്ളട്ടെ, എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റുകളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ഡാണ്. കാര്യം സാറിനെന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷേ ഇപ്പോൾ അടുത്തിരുന്ന് ഇത്രയും സംസാരിച്ചപ്പം ഇത്രയും നല്ലൊരു മനുഷ്യൻ, അയ്യോ ഭയങ്കര നമുക്കൊരു ശരിക്കും പറഞ്ഞൊരു പോസിറ്റീവ് വൈബ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മലയാളികളും പ്രത്യേകിച്ച് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മനസ്സിലേക്ക് നെഞ്ചേറ്റിയ ഒരു പാട്ടാണ് മധുര ജീവഗാനം. അതിൻ്റെ ഒരു 4 ലൈൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. എനിക്ക് സുന്ദരി ഗാർഡൻസ് എന്ന സിനിമ വളരെയധികം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷം കുറേ നല്ല മെലഡി പാട്ടുകൾ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത്. പടം OTT ആയിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് തിയേറ്റർ റിലീസിൻ്റെ അത്ര ഇത് കിട്ടിയില്ല. പക്ഷേ എല്ലാവർക്കും എനിക്ക് മലയാളത്തിൽ മാത്രമല്ല പൂനെയിൽ നിന്നും വേറെ പല സ്ഥലങ്ങളിൽ അന്യഭാഷയിലുള്ള ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് പാട്ടിനെ കുറിച്ചും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റിയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ഈ പാട്ട് മൃദുലയാണ് പാടിയിരിക്കുന്നത്, മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ആൻഡ് സോങ് പാടാം. മിഴിക്കൂടിനുള്ളിൽ വെയിൽ പൂവുണർന്നുവോ, പുലർക്കാലമായെന്നറിഞ്ഞുവോ, ഇളം മഞ്ഞുവാതിൽ പതുക്കെ തുറന്നുവോ, മനസ്സൊന്നുമല്ലേ പറന്നുവോ, ഒരേ വാനിൽ ഏതേതു മേഘമായി സദാ നീങ്ങും കഥകളായിരം, മധുര ജീവരാഗം മതിമറന്നു പാടും കാതിനോരമായി അറിയാതെ ഈണമായി, ചുവടറിഞ്ഞ താളം ചിറകു വീശി വേഗം നീലവാനിടം മതിമോഹന സ്വരം, മധുര ജീവരാഗം മതിമറന്നു പാടും കാതിനോ
അറിയാതെ ഈണമായി ചുവടറിഞ്ഞ താളം ചിറകു വീശി വേഗം നീലവാനിടം മതിമോഹന സ്വരം